ധർമ്മസ്ഥലയ്ക്ക് തിരികെ പോകുമ്പോൾ നിർണായകമായ ചില മണ്ണിൽ മൂടിയ രഹസ്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ധർമ്മസ്ഥലയിൽ നിന്നും ചില സുപ്രധാന കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്. പോയിന്റ് നമ്പർ 6 അത് അങ്ങേയറ്റം നിർണായകമാവുകയാണ്. KV ബൈജു ഉണ്ട്. ബൈജു, പോയിന്റ് നമ്പർ 6 അവിടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണല്ലോ, ചില സുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക്, സൂചനകളിലേക്ക് അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞു. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെ തന്നെയാണ്. അതായത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അതായത് പോയിന്റ് നമ്പർ 6 ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതായത് ഒരു അസ്ഥികൂടമാണ് ലഭിച്ചത്. തലയില്ലാത്ത അസ്ഥികൂടം 2 അടി താഴ്ചയിൽ നിന്നാണ് കുഴിച്ചെടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അസ്ഥികൂടം കണ്ടെത്തിയത്. ആ സ്ഥലത്ത് വിശദമായ പരിശോധന ഇപ്പോൾ SIT നടത്തുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 കാണുന്നത്. അതായത് നേത്രാവതി പുഴയ്ക്ക് സമീപം വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുടിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ട് സമീപമാണ് മാർക്ക് ചെയ്ത 8. ആ 8ലും വളരെ നിർണായകമാണ്. റോഡിനോട് ചേർന്നുള്ള നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖല, അതാണ് 8ഉം 9ഉം 10ഉം. ഈ 3 പോയിന്റും ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം പല 5 ഇത്തരത്തിൽ പരിശോധന നടത്തിയെങ്കിലും നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ ആകെ ഉണ്ടായിരുന്നത് 1ാമത്തെ പോയിന്റിൽ ചില വസ്തുക്കൾ ലഭിച്ചു എന്നാണ്. പക്ഷെ ഇപ്പോൾ അതല്ല, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അത് തലയില്ലാത്ത ഒരു അസ്ഥികൂടം ലഭിച്ചെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം. ആ സ്ഥലത്ത് നിന്നും ലഭിച്ചതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം അത് വിശദമായി പരിശോധിക്കുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഇപ്പോൾ കാണുന്നതും. യെസ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് സാഹചര്യം. ചില മൃതദേഹ അവശിഷ്ടങ്ങൾ തന്നെയാണ് അവിടുന്ന് ലഭ്യമായത് എന്നതാണ്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമല്ല, പക്ഷേ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ചില രഹസ്യങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളെ പ്രത്യേക പോയിന്റുകളായി മാർക്ക് ചെയ്ത് ആ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന. നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനമേഖലകളിൽ ചേർന്നുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പോയിന്റ് നമ്പർ 6 മനുഷ്യ അസ്ഥികളടക്കം കണ്ടെത്തിക്കഴിഞ്ഞു. ധർമ്മസ്ഥലയിൽ നിർണായകമായ കണ്ടെത്തലുകൾ, അതായത് ഇതുവരെ ആരോപണങ്ങളും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തെളിവുകളായി കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. ബൈജു, വളരെ സുപ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചും ദീർഘനാളുകളായി ഈ വാർത്തയ്ക്ക് പിന്നാലെ നിൽക്കുന്നവരാണ്. ധർമ്മസ്ഥലയിൽ ചില കുഴിച്ചുമൂടപ്പെട്ട രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി നടത്തിയ നിയമ നടപടികളും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനയും സുപ്രധാനമായ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ബൈജു, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ കാര്യത്തിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റിയുമായി ഇന്ന് രാവിലെ പോലും സംസാരിച്ചതാണ്. പല വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തൽക്കാലം SIT ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുക എന്നതാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള നിർദ്ദേശമാണ് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത്. അതായത് മൃതദേഹ അവശിഷ്ടങ്ങൾ കൃത്യമായി 6ാമത്തെ സ്പോട്ടിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്നത്, കൃത്യമായി നമുക്ക് ലഭിക്കുന്നത് ഈ നേരിട്ട് കാണുന്ന സോഴ്സാണ്. അതുകൂടാതെ വിശ്വസനീയമായ കേന്ദ്രം ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും നമുക്ക് അത് അവിടെ നിന്ന് നേരിട്ട് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള, അതായത് ഇത് ആരുടേതാണെന്നാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരുപാട് പേരെ ഇത്തരത്തിൽ ഇവിടെ കാണാതായിട്ടുണ്ട്. അത് അനന്യ ഭട്ട്, പ്രധാനമായും അനന്യ ഭട്ട്, അവരുടെ ആ MBBS വിദ്യാർത്ഥിയുടെ അമ്മ ഇത്തരത്തിലൊരു പരാതി ഇവിടെ നൽകിയ സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇത് ആരുടേതാണെന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ ഇതിനും അപ്പുറം അടുത്ത പോയിന്റ്, 8 മുതൽ 11 വരെയുള്ള പോയിന്റും വളരെ നിർണായകമെന്ന് പറയേണ്ടി വരും. കാരണം ആ ഭാഗങ്ങളിൽ കൂടുതൽ ഇത്തരത്തിൽ ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും സാക്ഷിയുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ കൃത്യമായ അയാളുടെ വാക്കുകൾ അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ പരിശോധന. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും നേരിട്ട് ആണ്, ദൃശ്യങ്ങളിലൂടെയും അത് കാണാം. അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി SIT ഈ കാര്യത്തിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ഇതിൽ നിയമിച്ച് DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഏതായാലും ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത, ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ധർമ്മസ്ഥലയിലുള്ള പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള ദുരൂഹതകൾ, അത് മണ്ണിൽ മൂടപ്പെട്ട പല രഹസ്യങ്ങളും
പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ 15 വർഷത്തിലധികം ആയ ഒരു അസ്ഥികൂടം, അത് കൃത്യമായി പരിശോധന നടത്തേണ്ടതുണ്ട് ഏത് കാലഘട്ടത്തിലെ. എന്നാലും അത് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ ഇത്തരത്തിൽ വലിയ പഴക്കം ഉള്ള ഒരു അസ്ഥികൂടം പോലെയാണുള്ളത്. തല ഇല്ലാതെ ഒരു ബാക്കി ഭാഗങ്ങൾ മാത്രം രീതിയിലാണ്. കൃത്യമായ സ്ഥലം ഈ സാക്ഷി ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് മാർക്ക് ചെയ്ത് 15 വർഷം മുൻപ് ചെയ്തു പോയ ഒരു തെറ്റ് അത് ഇപ്പോഴും അയാൾ ഓർത്തു വെക്കുന്നു. അവിടെ SIT ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുക്കുന്നു, അവിടെ മാർക്ക് ചെയ്യുന്നു. ആ സ്ഥലം ഇത്തരത്തിൽ കുഴിച്ച് ആ സ്ഥലം മാത്രം കുഴിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ മൃതദേഹം കിട്ടുന്നു. അങ്ങനെ ഇനി ഒരുപാട് പോയിന്റ് ബാക്കിയുണ്ട്. കാരണം 13 പോയിന്റ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ 6-ാമത്തെ പോയിന്റാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന നേത്രാവതി പുഴ സമീപമുള്ള ഈ സ്ഥലം. ഇതിന് തൊട്ടടുത്താണ് 8-ാമത്തെ പോയിന്റ്. 8-ാമത്തെ പോയിന്റിലെ പരിശോധന ഇതിന് ശേഷമേ ഉണ്ടാവൂ. കാരണം ഇവിടെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശുചീകരണ തൊഴിലാളി അവിടെ അവരുടെ സാന്നിധ്യമുണ്ട്, ഒപ്പം ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്, സബ് കളക്ടറുണ്ട്. ഇത്തരത്തിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുഴിച്ചുള്ള പരിശോധന ഉണ്ടായിരുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളും ഈ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പലപ്പോഴും മഴ ഒരു തടസ്സമാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഓരോ വാർത്തകൾ പുറത്തോട്ട് വരുമ്പോൾ സത്യം പുറത്തു വരുമെന്നാണ് ഇവിടെ ഓരോ അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ മഞ്ജുനാഥ അഭിഭാഷകൻ, ഇവരുടെ എല്ലാം അഭിഭാഷകൻ ഇപ്പോൾ അത് പത്രക്കുറിപ്പായി പുറത്തിട്ടിരിക്കുന്നു. അതിൽ വേറെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല, സത്യമേവ ജയതേ എന്ന ഒരു വാചകത്തിൽ ഒതുക്കിയിരിക്കുന്നു. അതിനപ്പുറം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു ഇത്തരത്തിൽ ഈ മൃതദേഹ അവശിഷ്ടം ഇവിടുന്ന് ലഭിച്ചതും കൂടുതൽ പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു എന്നാണ് സജിത ഇതിൽ ഏറ്റവും പ്രധാനം. ബൈജു, ഈ ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ രീതി എങ്ങനെയാണ്? അതായത് ഈ ശുചീകരണ തൊഴിലാളിയുണ്ട്, SIT ടീമുണ്ട്, ഇതിന് പുറമെ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഏതുതരം സ്കാനർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള പരിശോധനയാണ്? അങ്ങനെയെങ്കിൽ മണ്ണിന്റെ അടിയിലേക്ക് മൂടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണോ അവിടെ ഉള്ളത്? സഹിത ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് JCB മറ്റും ഉപയോഗിച്ച് യന്ത്രം ഉപയോഗിച്ച് പരിശോധന അത്ര പ്രായോഗികമല്ല. കാരണം ഇത് പൂർണ്ണമായും വനത്തിനകത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഉപയോഗിച്ച് വളരെ സാവധാനം തെളിവുകൾ നശിക്കാത്ത രീതിയിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേത്രാവതി പുഴയോരത്താണ് ചെറിയ JCB കൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ആളുകളെ ഉപയോഗിച്ച്, തൊഴിലാളികൾ ഉപയോഗിച്ച് കൃത്യമായി വളരെ തെളിവുകൾ നശിക്കാത്ത രീതിയിൽ, നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 6-ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 2 അടി താഴ്ചയിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുമോ? അതാണ് എനിക്ക് പലതരത്തിലുള്ള ഇത്തരത്തിൽ ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട്, ഒപ്പം